നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് ഏത് എന്നത് തീരുമാനമായി എന്നാണ് ഇപ്പോൾ മലയാള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഫസ്റ്റ് ഇൻ മനോരമ ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് മനോരമയാണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത്. അതിലവർ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ട് കൊച്ചി തന്നെ, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് കൊച്ചി തന്നെ എന്നവർ പറയുന്നു. എന്നിട്ട് അവർ വിശദീകരിച്ച് പറഞ്ഞു, കളത്തിൽ തന്നെ കളി. കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ട് കൊച്ചി തന്നെ, GCDA സ്റ്റേഡിയത്തിന് വാടക കുറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ കാർഡ് അവർ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ മറ്റു മാധ്യമങ്ങളും ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർ TV ആണെങ്കിലും മാതൃഭൂമി ന്യൂസ് ആണെങ്കിലും ഒക്കെ ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിലവർ പറയുന്ന കാര്യം, നാളെ ഒരു പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് കൊച്ചിയിലെ കലൂരിലെ സ്റ്റേഡിയം തന്നെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഒരു പക്ഷേ ഉണ്ടായിരിക്കുമെന്നാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം നാളെ പ്രഖ്യാപനം വരുന്നതിന് വേണ്ടി. ഇനിയിപ്പോൾ അധികം എന്തായാലും വൈകാൻ സമയമില്ല. കാരണം 14-ാം തീയതിയാണല്ലോ ഇത്തവണത്തെ ISL തുടങ്ങും എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. ഇപ്പോഴെങ്കിലും പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ഇപ്പോൾ ഇടക്കാലത്ത് കോഴിക്കോടായിരിക്കും മത്സരങ്ങൾ എന്നുള്ള വിവരമുണ്ടായിരുന്നു. അത് ISLൻ്റെ ടെൻറ്റേറ്റീവായിട്ടുള്ള ആ ഫിക്സർ പുറത്ത് വിട്ട അതിൽ പോലും ഉണ്ടായിരുന്നു കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയം. പക്ഷേ TBC എന്നുണ്ടായിരുന്നു, ടു ബി കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കൺഫേംഡ് ആവാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ. അവിടെ റേസിംഗ് മറ്റുമൊക്കെ നടന്നിരുന്നു. അതിനുശേഷം സ്റ്റേഡിയം പൂർണ്ണ സജ്ജമായി. ഇതുവരെ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല, പക്ഷേ ഹാൻഡ് ഓവർ ചെയ്യപ്പെടും അധികം വൈകാതെ എന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും അവിടെ ഒരു അനിശ്ചിതത്വം ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ GCDA സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാവുന്നു എന്ന വാർത്ത വരുന്നത്. അതോടൊപ്പം തന്നെ മാതൃഭൂമി ന്യൂസ് ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. AIFF GCDA കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ AIFF ആവശ്യപ്പെട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ മത്സരങ്ങൾ നടത്താൻ സ്റ്റേഡിയം ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നാണ്. അതെന്തായാലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് ഇപ്പോൾ GCDA നിലപാടെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ തവണത്തെയൊക്കെ സീസണിൻ്റെ ഭാഗമായിട്ട് 41 ലക്ഷത്തോളം രൂപ സ്റ്റേഡിയം വാടക ഇനത്തിൽ കുടിശ്ശികയുണ്ട് എന്നുകൂടി മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കട്ടെ. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം ഇതാണ്: കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് കൊച്ചി തന്നെ, നാളെ ഒരുപക്ഷെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.